ജീൻ ക്രിസ്ത്യനും കേരളത്തിനെ രക്ഷിക്കാനായില്ല. ഒരു അഭ്യാസിയെ പോലെ കേരളത്തിന്റെ ഗോൾ വല കാത്ത ജീൻ ക്രിസ്ത്യന്റെ പ്രകടനമാണ് മത്സരം അധിക സമയത്തേക്ക് നീട്ടിയത്. എന്നാൽ ഫിനിഷിംഗിന്റെ പിഴവ് മൂലം കേരളത്തിന് സർവീസസ് ഗോൾ വല ചലിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. സഡൻ ഡെത്തിൽ 3-നെതിരെ 4 ഗോളുകൾക്ക് കേരളം പട്ടാൾ ടീമിനോട് അടിയറ പറഞ്ഞു. 45,000-ഓളം വരുന്ന ഇരമ്പിയാർക്കുന്ന കാണികൾക്ക് മുമ്പിൽ ഒടുവിൽ കേരള താരങ്ങൾ കണ്ണീരോടെ തലകുനിക്കുന്ന കാഴ്ചയാണ് കലൂർ രാജേന്ദ്ര സ്റ്റേഡിയത്തിൽ കണ്ടത്. അധിക സമയത്തും ഇരു ടീമുകളും ഗോൾ അടിക്കാത്തതിനാൽ മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി. സർവീസസിന്റെ ആദ്യ 2 കിക്കുകൾ തട്ടിയകറ്റി ജീൻ ക്രിസ്ത്യൻ കേരളത്തിന്റെ പ്രതീക്ഷ വാനോളം ഉയർത്തി. എന്നാൽ കേരളത്തിന്റെ രണ്ടാമത്തെ കിക്ക് ഉസ്മാൻ പുറത്തേക്ക് അടിച്ചുകളയുകയും 4-ാമത്തെ കിക്ക് നാനോ സിംഗ് തടയുകയും ചെയ്തതോടെ സർവീസസ് മത്സരം തിരിച്ചുപിടിച്ചു. അവസാനത്തെ 3 കിക്കുകളും ലക്ഷ്യത്തിലെത്തിച്ചു അവർ പോരാട്ടം സഡൻ ഡെത്തിലേക്ക് നീക്കി. സഡൻ ഡെത്തിന്റെ ആദ്യ ശ്രമത്തിൽ സർവീസസിന് വേണ്ടി കിരൺ വർഗീസ് ലക്ഷ്യം കണ്ടു. എന്നാൽ കേരളത്തിന് വേണ്ടി കിക്കെടുത്ത സുർജിത്തിന് പിഴച്ചു. സുർജിത്തിന്റെ പന്ത് ബാറിലിടിച്ച് പുറത്തേക്ക് പോയി. ഇതോടെ കേരളത്തിന്റെ പതനം പൂർണ്ണമായി. നേരത്തെ സർവീസസിന്റെ മുന്നേറ്റത്തോടെയാണ് മത്സരം തുടങ്ങിയത്. ക്യാപ്റ്റനും മലയാളിയുമായ സുമേഷ് അവരുടെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. കേരളത്തിന്റെ ഭാഗത്തുനിന്നും ആദ്യ പകുതിയിലെ ചില നീക്കങ്ങൾ ഒഴിച്ചാൽ പിന്നീട് കേരളം തീർത്തും നിറമങ്ങി. ഫിനിഷിംഗിലെ പിഴവും ആസൂത്രണമില്ലായ്മയും പരിക്കും കേരളത്തെ വലച്ചു. ക്യാപ്റ്റൻ രാഹുൽ ഉൾപ്പെടെ പല താരങ്ങളും പരിക്കുമൂലം പിന്മാറേണ്ടി വന്നു. കോച്ച് ഉൾപ്പെടെ 7 മലയാളികളുടെ കരുത്തിൽ 3-ാം തവണയും കപ്പുയർത്തിയ സർവീസസിനെ കാണികൾ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. കേന്ദ്രമന്ത്രി വയലാർ രവി സന്തോഷ് ട്രോഫി സർവീസ് ടീമിന് സമ്മാനിച്ചു. മന്ത്രി കെ ബാബു, ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ സമ്മാനദാന ചടങ്ങിൽ പങ്കെടുത്തു. നേരത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി താരങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടാണ് സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരത്തിന് വിസിൽ മുഴങ്ങിയത്. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ.